ഹായ് ഓൾ, ക്യൂബിറ്റ് അക്കാദമിയുടെ SSC GD ജോഗ്രഫി ക്ലാസ്സിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SSC GD 2023 ക്വസ്റ്റ്യൻസും ആൻഡ് റിലേറ്റഡ് പോയിൻറ്റ്സുമാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ? ഓക്കെ, ഫ്രഷ് വാട്ടർ ലേക്ക് അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സാംപാർ. ഓക്കെ, ഏതാണ് വരുന്നത്? സാംപാർ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സാംപാർ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തതെന്ന് ചോദിക്കും. സിറ്റുവേറ്റ് ചെയ്തിരുന്നത് ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ? ഓക്കെ, ഫ്രഷ് വാട്ടർ ലേക്ക് അല്ലാത്തതാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സാംപാർ ആണ്. ഏതാണ് വരുന്നത്? സാംപാർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കും. രാജസ്ഥാനാണ് കേട്ടോ. ഏതാണ്? രാജസ്ഥാനാണ്. അതേപോലെ ഇതൊരു സാൾട്ട് കണ്ടന്റുള്ള ലേക്കാണ് കേട്ടോ. സാൾട്ട് ലേക്കാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ബേസിക് ആയ കാര്യങ്ങളൊക്കെ നോക്കാം. ബൂളാർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരാണ്. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ബൂളാർ ലേക്ക് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഏഷ്യാസ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് ഇത് ബൂളാർ ലേക്ക്. ആൻഡ് ഇന്ത്യാസ് ലാർജസ്റ്റ് എന്താണ്? ഫ്രഷ് വാട്ടർ ലേക്കും കൂടിയാണ്. അപ്പോൾ ഈ ബൂളാർ ലേക്കിൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരേ ഒരു പോയിന്റാണിത്. നെക്സ്റ്റ്, ശിവാജി ലേക്ക്. ശിവാജി ലേക്ക് എവിടെയാണ്? മഹാരാഷ്ട്രയിലുള്ള ലേക്കാണ് ഇത് ശിവാജി ലേക്ക്. ശിവാജി ലേക്കാണ് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് എന്താണ്? മാൻ മെയ്ഡ് ഫ്രഷ് വാട്ടർ ലേക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ് സാംപാർ അല്ലേ, ഏതാണ്? രാജസ്ഥാനാണ്. ലാർജസ്റ്റ് ഇൻലാൻഡ് സലൈൻ വാട്ടർ ലേക്കാണ്. അതേപോലെ ചിൽക്ക എവിടെയാണ്? ഒറീസയിലാണ് കേട്ടോ. ചിൽക്ക എവിടെയാണ്? ഒറീസയിലാണ്. ലാർജസ്റ്റ് ലഗൂൺ ലേക്ക് ഇൻ ഇന്ത്യ ആണ് ഇത് ചിൽക്ക. നെക്സ്റ്റ്, ഇന്ദിരാ സാഗർ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സർദാർ സരോവർ ഗുജറാത്ത്. ലോതക് മണിപ്പൂർ. നാഗാർജുന സാഗർ തെലങ്കാന. നെക്സ്റ്റ്, കൊള്ളേരു എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. നെക്സ്റ്റ്, ഗോബിയൻ സാഗർ ഹിമാചൽ പ്രദേശ്. ദേബർ രാജസ്ഥാൻ. ആൻഡ് കൻവർ ബീഹാറിലാണ്. കൻവർ എവിടെയാണ്? ബീഹാറിലാണ്. ഇത് എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. കൻവർ എവിടെയാണ്? ബീഹാറിലാണ്. നെക്സ്റ്റ്, ലോണർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ലോണർ മഹാരാഷ്ട്രയിലാണ്. നെക്സ്റ്റ്, ലോക്തക് മണിപ്പൂർ. ഭീംതൽ ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ്, ബാരാപാണി ആണ് എവിടെയാണ്? മേഘാലയയിലാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇതിൽ തന്നെ നിങ്ങൾ എന്താണ് നോട്ട് ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. If the proportions of the fine particles is relatively higher in soil, okay, സോയിലിൽ ഫൈൻ പാർട്ടിക്കിൾസ് കൂടിയ സോയിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ക്ലേ സോയിലാണ് അറിയപ്പെടുന്നത്. ഫൈൻ പാർട്ടിക്കിൾസ് കൂടിയ സോയിലാണ് എന്തറിയപ്പെടുന്നത്? ക്ലേ സോയിൽ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ തേർഡ് ലെയർ ഓഫ് സോയിൽ ഫ്രം ദ ടോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോയിലിൻ്റെ കാറ്റഗറൈസേഷൻ ഒന്ന് നോക്കാം. ടോപ്പ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ആണ് എന്തറിയപ്പെടുന്നത്? ടോപ്പ് സോയിൽ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഫസ്റ്റ് ലെയർ ആണ് എന്തറിയപ്പെടുന്നത്? ടോപ്പ് സോയിൽ. അതേപോലെ നെക്സ്റ്റ്, സബ് സോയിൽ അറിയപ്പെടുന്നതാണ് എന്ത്? സെക്കൻഡ് കേട്ടോ. സെക്കൻഡ് ലെയർ ആണ് എന്തറിയപ്പെടുന്നത്? സബ് സോയിൽ. നെക്സ്റ്റ്, തേർഡ് അറിയപ്പെടുന്നതാണ് പാരൻ മെറ്റീരിയൽ അല്ലെങ്കിൽ വെതേർഡ് ലോക്ക് മെറ്റീരിയൽ എന്നറിയപ്പെടും. എന്താണ്? വെതേർഡ് റോക്ക് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ വെതേർഡ് റോക്ക് മെറ്റീരിയൽ എന്നറിയപ്പെടുന്നത് ഏത് ലെയറാണ്? തേർഡ് ലെയറാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ടോപ്പ് സോയിൽ ഫസ്റ്റ് ലെയർ ആണ് എന്തറിയപ്പെടുന്നത്? ടോപ്പ് സോയിൽ. നെക്സ്റ്റ്, സെക്കൻഡ് സബ് സോയിൽ. അതേപോലെ തേർഡ് ആണെങ്കിൽ എന്താണ്? വെതേർഡ് റോക്ക് മെറ്റീരിയൽ. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചതാണ്. എക്സാമിന് ചോദിച്ചത് ഇതും റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഏതാ? ടോപ്പ് സോയിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഫസ്റ്റ് സോയിലാണ്. ഫസ്റ്റ് ലെയർ ആണ് എന്തറിയപ്പെടുന്നത്? ടോപ്പ് സോയിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റാമോർഫിക് റോക്സ്? ഓക്കെ, അപ്പോൾ ജോഗ്രഫി സെഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരേ ഒരു പാർട്ടാണ് ഇത് റോക്സ്. അപ്പോൾ റോക്സ് എന്ന് എപ്പോഴും ചോദിക്കുക. റോക്കും അതിൻ്റെ കാറ്റഗറിയും പിന്നെ അതിനോടുള്ള എക്സാമ്പിൾസുമാണ് എപ്പോഴും റിപ്പീറ്റ് ആദ്യം ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഫസ്റ്റ്, ഇതിൽ ഏതാണ് മെറ്റാമോർഫിക് റോക്സ് അല്ലാത്തതെന്നാണ് ചോദിച്ചത്. അപ്പം റോക്കിൻ്റെ കാറ്റഗറൈസേഷൻ ഒന്ന് നോക്കാം. 3 ഉണ്ട്. ഫസ്റ്റ് വൺ, ഇഗ്നിയസ് റോക്സ്. ഓക്കെ, ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് മാഗ്മ അല്ലെങ്കിൽ ലാവേൻ്റെ നേരെ സോൾഡിഫൈഡ് ഫോമാണ് എന്തറിയപ്പെടുന്നത് ഇഗ്നിയസ് റോക്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രാഗ്മെൻറ്റ്സ് ഡെപ്പോസിഷൻ കൊണ്ട് ഉണ്ടാകുന്ന എക്സോജിനസ് പ്രോസസ്സ് കൊണ്ട് ഉണ്ടാകുന്നത് ഒരു ഡെപ്പോസിഷൻ കൊണ്ടാണ് എന്തുണ്ടാകുന്നത് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയപ്പെടുന്നത്. ഈ എക്സോജിനസ് പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടെമ്പറേച്ചർ, പ്രഷർ ഒക്കെ എന്താണ് ഈ ഒരു റോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മെറ്റമോർഫിക് റോക്സ്. ഈ മെറ്റമോർഫിക് റോക്സ് എന്നറിയപ്പെടുന്നത് ഫോം ഔട്ട് ഓഫ് ദ എക്സിസ്റ്റിംഗ് റോക്ക് അണ്ടർഗോയിങ് റീക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്ന റോക്സ് ഏതാണെന്നുള്ളതാണ്. ഏതാണ്? മെറ്റമോർഫിക് റോക്സ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത് നോക്കി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ എക്സാമ്പിൾ എല്ലാത്തിനും നോക്കണം. ഇഗ്നിയസ് റോക്സിൻ്റെ എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ഗ്രാനൈറ്റ്, ഗബ്രോ, പെഗ്മറ്റൈറ്റ്, ബസാൾട്ട് ആൻഡ് വോൾക്കാനിക് ബെറിക്ക ആൻഡ് ടഫ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ എക്സാമ്പിൾ നോക്കുക. നെക്സ്റ്റ് സെഡിമെൻ്ററി റോക്ക് ഏതൊക്കെയാണ്? സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ചോക്ക്, ഷെയില്, ക്ലേ ആൻഡ് ലോസ്. നെക്സ്റ്റ് മെറ്റമോർഫിക് റോക്സ് ആണെങ്കിൽ ഫിലൈറ്റ്, ഷിസ്റ്റ്, ജെനസിസ്, ക്വാർട്ടസൈറ്റ് ആൻഡ് മാർബിൾ. എപ്പോഴും റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ് മാർബിൾ ഏത് റോക്കാണെന്ന്. ഏതാണ്? മെറ്റമോർഫിക് റോക്സ് ആണ്. ഇതേപോലെ എപ്പോഴും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാനൈറ്റ് ഏത് ടൈപ്പ് റോക്കാണെന്ന്. ഏതാണ്? ഇഗ്നിയസ് റോക്സ് ആണ്. അപ്പോൾ ഇതിൽ മെറ്റമോർഫിക് റോക്സ് അല്ലാത്തതാണ് അല്ലേ. ഇതിൽ ഗ്രാനൈറ്റ് ഏതാണ്? ഗ്രാനൈറ്റ് ഏതാണ് വരുന്നത്? ഇഗ്നിയസ് റോക്സ് ആണ്. അപ്പോൾ മെറ്റമോർഫിക് റോക്സിലാണ് ഏതൊക്കെ? ഫിലൈറ്റ്, ഷിസ്റ്റ്, ജെനസിസ്, ക്വാർട്ടസൈറ്റ് ആൻഡ് മാർബിൾ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഗ്രാനൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിന് എക്സാമ്പിളും ആൻഡ് റിലേറ്റഡ് പോയിന്റ്സ് എല്ലാം നിങ്ങൾ എന്താണ് നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെഡിമെൻ്ററി റോക്ക്. ഓക്കെ, സെഡിമെൻ്ററി റോക്ക് അല്ലാത്തതാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ സെഡിമെൻ്ററി റോക്ക് അല്ലാത്തത്, സെഡിമെൻ്ററി റോക്കിൽ വരുന്നതാണ് ഏതൊക്കെ? ലൈംസ്റ്റോൺ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ വരാത്തത് ഏതാണ്? ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് എന്ത് റോക്കാണ്? ഇഗ്നിയസ് റോക്കാണ്. ഗ്രാനൈറ്റ് ഇഗ്നിയസ് റോക്കാണ്. അപ്പം ഏതാണ്? അല്ലാത്തത് ഏതാണ്? ഗ്രാനൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which rocks are formed from solidifications and cooling of magma? ഓക്കെ, അപ്പോൾ മാഗ്മ കൂൾ ചെയ്തിട്ട് നേരെ ഏത് ഫോർമേഷൻ ഉണ്ടാകുന്നത്? ഇഗ്നിയസ് റോക്സ് ആണ് അല്ലേ. ഏതാണ്? ഇഗ്നിയസ് റോക്സ്. അപ്പോൾ നമുക്ക് ആൻസർ പറയാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെറ്റമോർഫിക് റോക്ക്? ഓക്കെ, മെറ്റമോർഫിക് റോക്ക് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ മെറ്റമോർഫിക് റോക്ക് നമുക്കറിയാം. ഗ്രാനൈറ്റ് ഏതാണ്? ഇഗ്നിയസ് റോക്സ് ആണ്. ഗ്രാനൈറ്റ് ഇഗ്നിയസ് ആണ്. ക്വാർട്ടസൈറ്റ് ഏതാണ്? ക്വാർട്ടസൈറ്റ്. അതേപോലെ സാൻഡ്സ്റ്റോൺ ആൻഡ് ഷെയിൽ. ഇതിൽ ക്വാർട്ടസൈറ്റ് ഏതാണ്? മെറ്റമോർഫിക് ആണ് അല്ലേ. ക്വാർട്ടസൈറ്റ് ഏതാണ്? മെറ്റമോർഫിക് ആണ്. അപ്പോൾ ആൻസർ നമ്മൾ ഏതാ വരുന്നത്? ക്വാർട്ടസൈറ്റ് ഏതാണ്? ഇത് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ ഫിനോമിനൻ ഓഫ് ഹെവി ഷവേഴ്സ് വിത്ത് തണ്ടർ ഒക്കറിങ് ഇൻ ദ വെസ്റ്റ് ബംഗാൾ റീജിയൻ ഡ്യൂറിങ് ദ ഹോട്ട് വെതർ സീസൺ കോൾഡ്? ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? കാൽബൈശാഖിയാണ്. അപ്പോൾ കാൽബൈശാഖി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ റീജിയനിൽ ഹെവി ഷവേഴ്സും അതേപോലെ തണ്ടറും ഒക്കർ ചെയ്യുന്ന ഈ ഒരു ഫിനോമിന അറിയപ്പെടുന്ന പേരാണ് എന്ത്? കാൽബൈശാഖി. അപ്പോൾ ഈ കാൽബൈശാഖി നേരെ സമ്മർ സീസണിലാണ് ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ മന്തിലാണ്? ഏപ്രിൽ, അതേപോലെ മെയ്. ഏപ്രിലും മെയ്യിലുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചതാണ് ഏതൊക്കെ മന്തിലാണ് കാൽബൈശാഖി ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിലാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ ബംഗാളിൽ മാത്രമല്ല, അതേപോലെ ഒഡീഷയിലുണ്ട് കേട്ടോ. ഒഡീഷയിലുണ്ട്. നെക്സ്റ്റ് ഛത്തീസ്ഗഡിലും എന്തനുഭവപ്പെടുന്നുണ്ട്? ഈ കാൽബൈശാഖി അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്ന കൂടെ തന്നെ നമുക്ക് ലൂ എന്താണെന്നുള്ളത് നോക്കാം. ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീറ്റ് വേവ് ടൈപ്പാണ്. ഇത് എക്സാമിന് റിപ്പീറ്റ് ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ലൂ എങ്ങനെയുള്ള ഒരു ടൈപ്പ് വിൻഡാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഹീറ്റ് വേവ് ടൈപ്പ് വിൻഡാണ്. നെക്സ്റ്റ്, ലൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രോങ് ഡസ്റ്റി ഹോട്ട് ആൻഡ് ഡ്രൈ സമ്മർ വിൻഡാണ്. ഓക്കെ, നെക്സ്റ്റ്, ഈ ലൂ ഏത് റീജിയനിലാണ് അനുഭവപ്പെടുക എന്നുള്ളത് ചോദിക്കും. ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ റീജിയനിലാണ് എന്ത്? ലൂ അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ്, ഏതൊക്കെ മന്തിലാണ്? മെയ്, ജൂണിലാണ് എന്ത് അനുഭവപ്പെടുന്നത്? ലൂ അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇതിൽ എപ്പോഴും റിപ്പീറ്റ് ആയി ചോദിച്ചത് ഹീറ്റ് വേവ് ടൈപ്പാണ് കേട്ടോ. ലൂ ഏത് ടൈപ്പാണ്? ഹീറ്റ് വേവ് ടൈപ്പാണ്. നെക്സ്റ്റ്, കോൾഡ് വെതർ സീസൺ. ഇത് ജസ്റ്റ് ഒന്ന് ബേസിക് കാര്യങ്ങളാണ്. നിങ്ങളെന്താ നോട്ട് ചെയ്ത് വെക്കുക. കോൾഡ് വെതർ സീസൺ
ഏതറിയപ്പെടുന്നത് മിഡ് നവംബർ ടു മിഡ് മാർച്ചിൽ അനുഭവപ്പെടുന്നതാണ് എന്ത് കോൾഡ് വെതർ സീസൺ അല്ലേ. നെക്സ്റ്റ് ഹോട്ട് എപ്പോഴൊക്കെയാണ് ഹോട്ട് സീസൺ എന്ന് അറിയപ്പെടുന്നത് മിഡ് മാർച്ച് ടു മെയ് ആണ്. നെക്സ്റ്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഏതൊക്കെ മന്തിലാണ് ജൂൺ ടു സെപ്റ്റംബർ. നെക്സ്റ്റ് റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾ റിപ്പീറ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് നോക്കുക. റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ ഏതൊക്കെ മന്തിലാണെന്നുള്ളതാണ് ഒക്ടോബർ ടു മിഡ് നവംബർ ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ മാംഗോ ഷവർ. ഈ മാംഗോ ഷവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ മൺസൂൺ ഷവർ ആണ് എന്തറിയപ്പെടുന്നത് മാംഗോ ഷവർ. ഓക്കെ, ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈപ്പണിങ് ഓഫ് മാംഗോസ്. അപ്പോൾ ഇത് ഈ മാംഗോ ഷവർ അനുഭവപ്പെടുന്ന ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് ചോദിക്കും. ഏതൊക്കെയാണ്? കേരള ആൻഡ് കർണാടക സ്റ്റേറ്റിലാണ് ഇത് അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ് ബ്ലോസം ഷവർ. ബ്ലോസം ഷവർ എന്ന് അറിയപ്പെടുന്നത് പ്രീ മൺസൂൺ ഷവർ തന്നെയാണ്. ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഹെൽപ്പ് ഇൻ ദ ബ്ലോസമിങ് ഓഫ് കോഫി ഫ്ലവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഏതൊക്കെ സ്റ്റേറ്റിലാണ്? കേരള ഉണ്ട്, കർണാടക ഉണ്ട് ആൻഡ് തമിഴ്നാട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the hot weather season is also the season for localized thunderstorm associated with violent winds and torrential downpours often accompanied by the hail. In West Bengal these storms are known as the okay. അപ്പോൾ വെസ്റ്റ് ബംഗാൾ അറിയപ്പെടുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതാണ്? കാൽ ബൈശാഖി. അപ്പോൾ ഈ ഒരു ഒറ്റ ഒരു ടേം മാത്രം നിങ്ങൾ കണ്ടാൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏതാണ്? ലോക്കലൈസ്ഡ് തണ്ടർസ്റ്റോം. പിന്നെ അതേപോലെ ബംഗാൾ ഒക്കെ കാണുകയാണെങ്കിൽ അപ്പം നമുക്ക് ആൻസർ പറയാം എന്താണ്? കാൽ ബൈശാഖി. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൂ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് വിച്ച് സീസൺ. അപ്പോൾ ലൂ എന്ന് പറഞ്ഞാൽ ഏത് സീസണിലാണ്? ലൂ നമ്മൾ പറയുന്നുണ്ട് ഹീറ്റ് വേവ് ടൈപ്പാണ്. ലൂ എന്താണ്? ഹീറ്റ് വേവ് ടൈപ്പാണ് അല്ലേ. ലൂ ഹീറ്റ് വേവ് ടൈപ്പാണ് ആയതുകൊണ്ട് ആൻസർ എന്താ വരുന്നത്? സമ്മർ സീസൺ ആണ്. ഓക്കെ, അപ്പോൾ അത് ലൂ ഈസ് എന്താണ്? സ്ട്രോങ് ഡസ്റ്റി ആണ്, ഹീറ്റ് വേവ് ടൈപ്പാണ്. ഏത് പ്ലെയിനിലാണ്? ഇൻഡോ ഗാങ്റ്റിക് പ്ലെയിൻ റീജിയനിലാണ് എന്താ അനുഭവപ്പെടുന്നത്? ലൂ അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ് ഏതൊക്കെ മന്തിലാണ് ലൂ? മെയ് അല്ലെങ്കിൽ ജൂൺ. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോസ്ഡ് ബൈ ലൂ. ഓക്കെ, ലൂവിന് കാരണം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ലൂ ഒരു ഹീറ്റ് വേവ് ടൈപ്പ് ആണല്ലോ. നമ്മൾ പറഞ്ഞു ലൂ എന്താണ്? ഒരു ഹീറ്റ് വേവ് ടൈപ്പ് ആണ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതിന് കാരണം? ഹീറ്റ് സ്ട്രോക്ക് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ട്രോങ് ഹോട്ട് ആൻഡ് ഡ്രൈ ലോക്കൽ വിൻഡ് ദാറ്റ് ബ്ലോസ് ഇൻ ദ നോർത്തേൺ പാർട്സ് ഓഫ് ദ കൺട്രി ഇൻ ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ. ഓക്കെ, മെയ്യിലും ജൂണിലും. അപ്പോൾ നമ്മൾ പറഞ്ഞ മെയ്യിലും ജൂണിലാണ് എന്ത് അനുഭവപ്പെടുന്നത്? ലൂ അനുഭവപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ ലൂ ആൻസർ എന്താ വരുന്നത്? ലൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വിന്റർ റെയിൻ ഇൻ തമിഴ്നാട് ഈസ് ഡ്യൂ ടു. ഓക്കെ, തമിഴ്നാട്ടിലെ വിന്റർ റെയിൻ റീസൺ ആണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കി നോക്കാം. ഇതിൽ റെഗുലർ വിൻഡ്, ഈ റെഗുലർ വിൻഡ് 3 കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നേരെ അറിയപ്പെടുന്ന പേരാണ് ട്രേഡ് വിൻഡ്. ട്രേഡ് വിൻഡ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ വെസ്റ്റർലീസ്. ഓക്കെ, തേർഡ് വൺ പോളാർ വിൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹയർ പ്രഷറിൽ നിന്ന് നേരെ ലോവർ പ്രഷറിലേക്കുള്ള ഒരു വിൻഡ് ഫോർമേഷൻ. എവിടെ നിന്നാണ്? ഹയർ പ്രഷറിൽ നിന്ന് നേരെ ലോവർ പ്രഷറിലേക്കുള്ള ഒരു വിൻഡ് ഫോർമേഷൻ. ആ വിൻഡ് ഫോർമേഷൻ നടക്കുന്നത് നേരെ റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോറിയോളിസ് എഫക്റ്റ് ആണ്. ഓക്കെ, കോറിയോളിസ് എഫക്റ്റും അതേപോലെ പ്രഷറും. എന്താണ്? കോറിയോളിസ് എഫക്റ്റും അതേപോലെ എന്താണ്? പ്രഷറും. അപ്പോൾ ഇവിടെ ഹയർ പ്രഷറിൽ നിന്ന് നേരെ ലോവർ പ്രഷറിലേക്ക് കോറിയോളിസ് എഫക്റ്റ് കൊണ്ടും പിന്നെ എന്താണ്? പ്രഷർ കൊണ്ടും വിൻഡ് ഫോർമേഷൻ നേരെ എവിടേക്ക് എത്തും? ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 30 ഡിഗ്രി നോർത്താണ് അല്ലേ. ട്രേഡ് വിൻഡ് എവിടെ നിന്ന് മുതലാണ്? 30 ഡിഗ്രി നോർത്ത് മുതൽ എവിടെയാ? 30 ഡിഗ്രി സൗത്ത്. 30 ഡിഗ്രി സൗത്ത്. അപ്പോൾ ഈ ഒരു റീജിയനിലാണ് എന്താണ് അനുഭവപ്പെടുന്നത്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും അതേപോലെ ഏതാണ്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും. അപ്പോൾ എക്സാമിന് ചോദിക്കുക ട്രേഡ് വിൻഡ് ഏതൊക്കെ റീജിയൻ എന്നുള്ളതാണ് ചോദിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ ട്രേഡ് വിൻഡിന് റീസൺ ചോദിക്കും. റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? കോറിയോളിസ് എഫക്റ്റും അതേപോലെ എന്താണ്? പ്രഷറും. എപ്പോഴും ഒരു വിൻഡ് ഫോർമേഷൻ നടക്കുക ഹയർ പ്രഷറിന് എവിടേക്കായിരിക്കും? ലോവർ പ്രഷറിലേക്കാണ്. ഹയർ പ്രഷറിന് എവിടേക്കാണ്? ലോവർ പ്രഷറിലേക്ക്.
ഹയർ പ്രഷർ നിന്ന് ലോവർ പ്രഷറിലേക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? കോറിയോളിസ് എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കി വെക്കുക. അതേപോലെ നെക്സ്റ്റ് വെസ്റ്റർലീസ് ഉണ്ട് അല്ലേ, വെസ്റ്റർലീസ്. അപ്പോൾ വെസ്റ്റർലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതേപോലെ തന്നെയാണ്, ഹയർ പ്രഷർ നിന്ന് ലോവർ പ്രഷറിലേക്കാണ് അല്ലേ. അപ്പോൾ ഏകദേശം എത്രയാണ്? 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി നോർത്തും അതേപോലെ എന്താണ് 60 ഡിഗ്രി സൗത്തും. അതേപോലെ പോളാർ വിൻഡും എവിടെ നിന്നാണ്? ഹയർ പ്രഷറിൽ നിന്ന് നേരെ എവിടേക്കാ? പോളാറിൽ എപ്പോഴും ഹയർ പ്രഷർ ആയിരിക്കും, ഹയർ പ്രഷറാണ്. അപ്പോൾ ഹയർ പ്രഷറിൽ നിന്ന് നേരെ ലോവർ പ്രഷറിലേക്ക് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിൻഡാണ് എന്തറിയപ്പെടുന്നത്? പോളാർ വിൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കിയിട്ട് വെക്കുക. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ്സും അതേപോലെ സൗത്ത് ഈസ്റ്റേർലി ട്രേഡ്സും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൺവേർജ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർഷൻ സോൺ. എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർഷൻ സോൺ. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർഷൻ സോൺ, ITCZ. ഓക്കെ, അപ്പോൾ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർഷൻ സോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നേരെ സൗത്ത് ഈസ്റ്റ് ട്രേഡ്സും അതേപോലെ നോർത്ത് ഈസ്റ്റ് ട്രേഡ്സും രണ്ടും കൺവേർജ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് എന്തറിയപ്പെടുന്നത്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർഷൻ സോൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിന് മറ്റൊരു പേരുണ്ട്, ആ പേരാണ് എന്തറിയപ്പെടുന്നത്? ഡോൾഡ്രം. ഡോൾഡ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർഷൻ സോൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഡാഷ് ടൈപ്പ്. ഓക്കെ, ഇന്ത്യയുടെ ക്ലൈമറ്റ് നമ്മൾ പറയുന്നത് ഏതാണ്? മൺസൂൺ ടൈപ്പിലാണ്. ഏതാണ്? മൺസൂൺ ടൈപ്പിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലാറ്റിറ്റ്യൂഡ് ലൈൻ പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് ഇന്ത്യ ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് ദ കൺട്രി? ഓക്കെ, ഇന്ത്യൻ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഇന്ത്യൻ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sudden constant rainfall along with violent thunder lightning is called. Okay, violent thunderും അതേപോലെ കോൺസ്റ്റന്റ് റെയിൻഫോൾ അതേപോലെ ലൈറ്റ്നിങ്. അപ്പോൾ ഈ ഒരു ഫിനോമിന അറിയപ്പെടുന്നത് എന്താണ്? ബേസ്റ്റ് ഓഫ് ദ മൺസൂൺ. അറിയപ്പെടുന്നത് എന്താണ്? ബേസ്റ്റ് ഓഫ് ദ മൺസൂൺ. അപ്പോൾ മൺസൂൺ റിറ്റീവ് സീസൺ എന്നറിയപ്പെടുന്നത് ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസംബറിൽ എന്താണ്? എൻഡ് ചെയ്യുന്നതാണ്. ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസംബറിൽ എൻഡ് ചെയ്യുന്നതാണ്. അതേപോലെ മൺസൂൺ വിൻഡ് എൻ്റർ ചെയ്യുന്ന ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ടല്ലോ, ഈ ബിഗിനിങ് സ്റ്റേജ് അറിയപ്പെടുന്നതാണ് എന്ത്? ഓൺസെറ്റ് ഓഫ് മൺസൂൺ. എന്താണ്? ഓൺസെറ്റ് ഓഫ് മൺസൂൺ. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഇന്ത്യ ഡാഷ് ഡ്യൂറിങ് ദ ഒക്ടോബർ നവംബർ വിത്ത് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ടുവേർഡ്സ് ദ സൗത്ത് ദ നോർത്തേൺ പ്ലെയിൻസ് ബിക്കം വീക്കർ. അപ്പോൾ നമുക്ക് മൺസൂൺ ട്രഫ് എന്താണെന്നുള്ളതെന്ന് പറയാം. മൺസൂൺ ട്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പ്രഷർ സിസ്റ്റം ദാറ്റ് ഡെവലപ്സ് ഓവർ ദ നോർത്തേൺ പ്ലെയിൻ. നോർത്തേൺ പ്ലെയിനിന് ഡെവലപ്പ് ചെയ്യാവുന്ന ലോ പ്രഷർ സിസ്റ്റം അറിയപ്പെടുന്നതാണ് എന്ത്? മൺസൂൺ ട്രഫ്. അപ്പോൾ ഈ മൺസൂൺ ട്രഫ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. അതേപോലെ സമ്മർ മൺസൂൺ സീസൺ ആണ് എന്തറിയപ്പെടുന്നത്? മൺസൂൺ ട്രഫ്. ഓക്കെ, നെക്സ്റ്റ് അപ്പർ ലെവൽ ട്രഫ് എന്താണെന്ന് നോക്കാം. അപ്പർ ലെവൽ ട്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ ഓഫ് റിലേറ്റീവ്ലി ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ലോ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ആ ഒരു റീജിയൻ ആണ് അറിയപ്പെടുന്നത് എന്ത്? അപ്പർ ലെവൽ ട്രഫ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ലീഡ് ട്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവാർഡ് സൈഡ് ഓഫ് മൗണ്ടെയിൻ റേഞ്ച്. ലീവാർഡ് സൈഡ് ഓഫ് മൗണ്ടെയിൻ റേഞ്ചിൽ കാണപ്പെടുന്ന പ്രഷർ സിസ്റ്റമാണ് എന്തറിയപ്പെടുന്നത്? ലീഡ് ട്രഫ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇൻവേർട്ടഡ് ട്രഫ്. ഇൻവേർട്ടഡ് ട്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദാറ്റ് എക്സ്റ്റെൻഡ് വെർട്ടിക്കലി ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ വെർട്ടിക്കലി കാണപ്പെടുന്ന ഒരു ലോ പ്രഷർ സിസ്റ്റമാണ് എന്തറിയപ്പെടുന്നത്? ഇൻവേർട്ടഡ് ട്രഫ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഡെഫിനിഷൻസ് ഫുള്ള് എല്ലാ ഡെഫിനിഷനും എന്താണ്? പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് എക്സാമിന് ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് വിച്ച് സീസൺ ഡു നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് ഡോമിനേറ്റ് ഇന്ത്യ? ഓക്കെ, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഏതാണ്? വിൻ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വിൻ്റർ സീസണിലാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വിൻ്റർ ഏത് മന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക? ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ സമ്മർ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുക? സമ്മറിന് മറ്റൊരു പേര് പ്രീ മൺസൂൺ എന്ന് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുക? ഏപ്രിലാണ്, ജൂണിൽ എൻഡ് ചെയ്യും. അതേപോലെ മൺസൂൺ, ഇതൊക്കെ ബേസിക് ആയ കാര്യങ്ങളാണ്. മൺസൂൺ അല്ലെങ്കിൽ റെയിനി ആണെങ്കിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്? ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ സെപ്റ്റംബറിൽ എന്താണ്? എൻഡ് ചെയ്യും. അതേ പോസ്റ്റ് മൺസൂൺ എന്ന് അറിയപ്പെടുന്നത് ഒക്ടോബർ ആണ്, എവിടുന്ന? ഡിസംബറിലാണ്. ഇത് എക്സാമിന് റിപ്പീറ്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റ് മൺസൂൺ അറിയപ്പെടുന്നത് എപ്പോഴാണ്? ഫ്രം ഒക്ടോബർ ടു ഡിസംബർ ആണ്. ക്ലിയർ ആണല്ലോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The northwest part of India receives rainfall in winter is due to northwest part of India. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണ്. എന്താണ്? വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. നോർത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ റിസീവ്സ് റെയിൻഫോൾ. അപ്പോൾ നോർത്ത് വെസ്റ്റിലൊക്കെ റെയിൻഫോൾ കിട്ടണമെങ്കിൽ എന്താണ് അറിയപ്പെടുന്നത്? വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്താണെന്നുള്ളത് ഇവിടെ നോക്കാം. സൗത്ത് വെസ്റ്റ് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? ജൂണിലാണ് അല്ലേ? അതേപോലെ എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിസംബറിലാണ്. ഇന്ത്യയിലെ 80% ടോട്ടൽ റെയിൻഫോളിനുള്ള റീസണും എന്താണ്? ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. അതേപോലെ അറേബ്യൻ സീലും ബേ ഓഫ് ബംഗാളിലൊക്കെയാണ് ഇത് അനുഭവപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് പ്ലേസ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് പ്രഷർ ഇൻഫ്ലുവൻസസ് ദ വെതർ കണ്ടീഷൻസ് ഓവർ ഇന്ത്യ ഇൻ വിന്റർ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്ലേസിലാണ് പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ചോദിച്ചത്. വിന്ററിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സെൻട്രൽ ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഏഷ്യ ആണ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് പ്രഷർ ഇൻഫ്ലുവൻസസ് ദ വെതർ കണ്ടീഷൻസ് ഓവർ ഇൻ ഇന്ത്യ ഇൻ വിന്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വാട്ട് ഈസ് ആൻ ഏരിയ ഓഫ് ഡ്രൈ ലാൻഡ് ദാറ്റ് ലൈസ് ഓൺ ദ ലീവാർഡ് സൈഡ് ഓഫ് മൗണ്ടൻ കോൾഡ്. ഓക്കെ, അപ്പോൾ ലീവാർഡ് സൈഡ് അറിയപ്പെടുന്ന ഒരു പേരാണ് എന്ത്? റെയിൻ ഷാഡോ ഏരിയ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. വാട്ട് ഈസ് എൻ ഏരിയ ഓഫ് ഡ്രൈ ലാൻഡ് അറിയപ്പെടുന്നതാണ് റെയിൻ ഷാഡോ ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പ്ലേസ് ഇൻ ഇന്ത്യ വേർ ദ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ്. ഓക്കെ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടുന്ന? ബേ ഓഫ് ബംഗാൾ ആൻഡ് ഇന്ത്യൻ ഓഷൻ. ഓക്കെ, ബേ ഓഫ് ബംഗാളിലും അതേപോലെ ഇന്ത്യൻ ഓഷനിലുമാണ് എന്ത്? ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് അറ്റ് ദ ഇന്ത്യൻ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇന്ത്യൻ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്താണ് സംഭവിക്കുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, മുന്നത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താ ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്കുള്ള വിൻഡ് ഫോർമേഷൻ കൺവേർജ് ചെയ്യുകയാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ കൺവേർജ് ചെയ്യുന്നത്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും അതേപോലെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ഉണ്ട് അല്ലേ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? സി ആണ്. ദ സൗത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് കൺവേർജ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് എന്തറിയപ്പെടുന്നത്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ അല്ലെങ്കിൽ ITCZ എന്നറിയപ്പെടുന്നത്. ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ജോഗ്രഫി സെഷനിൽ എക്സാമിന് ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസും ആൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.